പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ വാഹനത്തിനുള്ള ഫൈനുകളൊക്കെ ഓൺലൈനായിട്ട് എങ്ങനെ അടയ്ക്കാമെന്നുള്ളതാണ്. കാർ ഇൻഫോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എംപരിവാഹനിൽ നിങ്ങളുടെ ചലാൻ കാണാത്ത ചലാനുകൾ വരെ നിങ്ങളുടെ വാഹനത്തിനുള്ള എല്ലാ ചലാനുകളും ഇതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ചലാൻ സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് വന്നതിന് ശേഷം നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പരസ്യം വരുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ചലാൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ കിടക്കുന്നുണ്ടാകും. അപ്പോൾ അതിലായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും സ്റ്റേറ്റ് കോർട്ട്, വെർച്വൽ കോർട്ടിലൊക്കെയുള്ള കേസുകളൊക്കെ നിങ്ങൾക്ക് ചലാനായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വന്നിട്ട് ഈ ചലാൻ എന്ന് പറയുന്ന ഭാഗത്ത് വന്നതിന് ശേഷം ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് വരുന്ന OTP എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഈ ചലാൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ വാഹനത്തിനുള്ള എല്ലാ ഫൈനുകളുടെയും ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സോഴ്സുകളും കാണാൻ സാധിക്കുന്നതാണ്. റെഗുലർ കോർട്ടിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഏത് ചലാനാണോ അടയ്ക്കേണ്ടത് അതിന് നേരെ കാണുന്ന പേനോ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. ഇവിടെയായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് വരുന്ന OTP കൂടി എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷമായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കൊടുത്തതിന് ശേഷം പിന്നീട് വരുന്ന ഒരു ഇൻ്റർഫേസിലോട്ട് ലോഡിംഗ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചലാൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് മൈ ചലാനിന് താഴെയായിട്ട് നിങ്ങളുടെ വാഹനത്തിനുള്ള ചലാനുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിനുള്ള മൊത്തം ചലാൻ്റെ ഡീറ്റെയിൽസുകളായിരിക്കും ഇവിടെ കാണുന്നത്. ഒന്നിൽ കൂടുതൽ ചലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഓരോ ചലാനും ഇൻഡിവിജ്വലായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ചലാന് പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് കാണുന്ന മൾട്ടിപ്പിൾ ചലാൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റിനനുസരിച്ച് ഏത് ചലാനാണോ അടയ്ക്കേണ്ടത് അതിന് നേരെ കാണുന്ന പേനോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പ്ലാറ്റ്ഫോം ഫീയും GSTയും പിടിക്കുന്നുണ്ട്. ചലാന് പുറമേ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഫീ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം പേ ചലാൻ എന്ന് പറയുന്ന ഭാഗത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ട്രാൻസാക്ഷനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ്. ഞാനിവിടെ നിന്ന് UPI ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം എമൗണ്ട് കാണിക്കും. കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിലോട്ട് UPI പേയ്മെൻറ്റിനുള്ള റിക്വസ്റ്റ് പോകുന്നതായിരിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന ആ UPI പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് വന്നിട്ടുണ്ടാകും. പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ വീണ്ടും ആപ്ലിക്കേഷനിലോട്ട് വരുമ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് എഴുതി കാണിച്ചിട്ടുള്ള ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിലോട്ട് വീണ്ടും റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ചലാൻ സമ്മറീൻ്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് സെറ്റിൽമെൻറ്റ് പെൻഡിങ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും 7 ഡേയ്സിലാണ് സെറ്റിൽ ചെയ്യുന്നത് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് അടച്ച് ചലാൻ ക്ലോസ് ആകുന്നതിന് 7 ഡേയ്സ് വരെ ടൈം പിടിക്കുമെന്നാണ് അവിടെ എഴുതി കാണിച്ചിട്ടുള്ളത്. ഈ ആപ്ലിക്കേഷൻ ഒരു മീഡിയേറ്റർ പോലെ വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്കുള്ള ചലാനുകൾ അടച്ചു തരുന്നത്. അതുകൊണ്ടാണ് പ്ലാറ്റ്ഫോം ഫീയും GST ഒക്കെ കൂടുതലായിട്ട് പിടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറത്തെ വാട്സപ്പിലോട്ട് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ മെസ്സേജ് ആയിട്ട് വരുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പരിവാഹൻ സേവയിലൊന്നും നമുക്ക് ഫൗണ്ട് ചെയ്യാൻ പറ്റാത്ത ചലാൻ ഡീറ്റെയിൽസുകൾ വരെ കണ്ടെത്താനും അത് പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് പ്ലാറ്റ്ഫോം ഫീ പിടിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ചലാനുകളെല്ലാം കൃത്യമായിട്ട് അറിയാനും പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.